നമ്മളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ എന്താ ഉണ്ടാവുക പറയലേ, ഒന്ന് അരിയുണ്ട, അല്ലെങ്കിൽ പൂരപ്പൊടി വറുത്തത്, അതുപോലെ എന്താ അവില് നനച്ചത്, ഇതൊക്കെ അല്ലേ നമ്മൾ തിന്നല്. ഇപ്പോഴത്തെ മക്കൾസിനൊക്കെ ഇതൊക്കെ പറ്റുമോ? അവർക്ക് ചോറും പറ്റില്ല, കഞ്ഞിയും പറ്റില്ല. അപ്പോൾ ഈ അരിയുണ്ടേൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ? വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കിയതാ കേട്ടോ. മക്കൾസിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ട്. അപ്പം ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിട്ടോ. അപ്പം നമുക്ക് വൈകുന്നേരം ഇടയ്ക്കിടയ്ക്ക് തിന്നാലോ. അതിന് വേണ്ട സാധനങ്ങളൊക്കെ നോക്കിയാലോ. അരി നല്ല കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ട് വെച്ചു, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലത് കുത്തരിയാണ്. അപ്പം ഞാൻ എടുത്തത് റേഷൻ അരി ആട്ടോ, എൻ്റെ അടുത്ത് കുത്തരി ഇല്ല. ഒരു ഫ്രൈ പാൻ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച്, എന്നിട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടോ. ഒരുപാട് വറുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അങ്ങനെ നെയ്യ് കുറച്ച് അധികം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ മിക്സിയിൽ എന്താക്കി അരിയൊക്കെ ഒന്ന് പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട്, പിന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അതിൻ്റെ അകത്തേക്ക് ഇട്ട്, അതിൻ്റെ ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും എടുത്തിട്ടോ. ഇതിൻ്റെ അടുത്ത് നട്ട്സായിട്ട് അത് മാത്രമേ ഇന്നുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതും പൊടിച്ച് അതിൻ്റെ അകത്തിട്ട്, ഇനി നമ്മൾ ബെല്ലം എന്താക്കണം, ഒന്ന് ഉരുക്കി റെഡിയാക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു കേട്ടോ, ഒരു നുള്ള ഉപ്പ്. നമുക്കൊരു മധുരം ബാലൻസ് ചെയ്യാൻ ഒരു ഉപ്പ് ഇടുമല്ലോ, അത്ര ഇട്ടിരുന്നു കേട്ടോ. പിന്നെ വെള്ളം ഉരുക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് പാകത്തിന് ഒഴിച്ച് ഉണ്ടയാക്കി എടുത്തിട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. പെട്ടെന്നാവും ചെയ്യും, അടിപൊളിയായിട്ടാട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാൻ. ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.